മനോഹരമായ ഒരു പ്രഭാതം ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരുവാനും ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭ്യമായ നിമിഷത്തിൽ പുതിയ മനോഹരമായ ദിവസങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ടൊരുങ്ങുന്ന നമുക്ക് നമ്മുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ വിശുദ്ധ വചനത്തിൽ കൂടെ അല്പസമയം യാത്ര ചെയ്യാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങൾ. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ടും ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുൻപിൽ വീണ് വസ്തു തീർക്കുകയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം എന്ന് പറയും. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, സുവിശേഷ ഭാഗത്തിൻ്റെ പല ഇടങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സർവാധികാരത്തെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അധികാരം കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഇങ്ങനെ 4 ശക്തികളുടെ മേൽ ക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രകൃതിയുടെ മേൽ ക്രിസ്തുവിൻ്റെ അധികാരം, പൈശാചിക ശക്തികളുടെ മേൽ ക്രിസ്തുവിൻ്റെ അധികാരം, രോഗത്തിന്മേൽ ക്രിസ്തുവിൻ്റെ അധികാരം, മരണത്തിന്മേൽ ക്രിസ്തുവിൻ്റെ അധികാരം. മനുഷ്യൻ ഭയപ്പെടുന്നതിൻ്റെ മേൽ ഭയപ്പെടരുത്, വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് മർക്കോസ് സുവിശേഷം 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകും. കഴിഞ്ഞ ഞായറാഴ്ച നാം ചിന്തിച്ചതിനാണ് പ്രകൃതി ശക്തിയുടെ മേലുണ്ടാകുന്ന ക്രിസ്തുവിൻ്റെ അധികാരം. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശിഷ്യന്മാരുടെ ഭയത്തെ മാറ്റി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു, തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഭയം നീക്കുന്ന ഒരു ക്രിസ്തു, പ്രകൃതിയെ കണ്ട് ഭയപ്പെടുമ്പോൾ എന്തിന് ഭയപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ച് ആ പ്രകൃതിയുടെ ശക്തിയുടെ അധികാരത്തെ ഇല്ലാതാക്കും വണ്ണം പ്രവർത്തിക്കപ്പെടുന്ന ക്രിസ്തുവിനെ കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിക്കേണ്ടായി. തുടർന്ന് അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ കാണുവാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ പൈശാചിക ശക്തിയോടുകൂടെയുള്ള അധികാരത്തെ, ലഗ്യോനെ ശാസിച്ച് മാറ്റുന്ന പൈശാചിക ശക്തിയുടെ അധികാരമുള്ള ക്രിസ്തുവിന് 5-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. 21 മുതലുള്ള വാക്യം നാം ഇന്ന് വായിച്ചയുടെ ധ്യാന ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ രോഗത്തിന്മേലുള്ള അധികാരവും മരണത്തിന്മേലുള്ള അധികാരവും ഇവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുക ചെയ്യുന്നു. ധ്യാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 2 ചിന്തകളാണ്, അല്ലെങ്കിൽ 2 സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്, യായിറോസിൻ്റെ മകൾക്ക് അത്യാസനത്തിൻ്റെ നിലയിലായിരിക്കുമ്പോൾ ആ മകളെ വന്ന് കണ്ട് അവളുടെ രോഗത്തിന് വിടുതൽ കൊടുക്കണമെന്ന് യാചിക്കുന്ന അപ്പനായ യായിറോസ്. യേശു യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു വലിയ പുരുഷാരത്തിൻ്റെ നിന്നും ശാരീരികമായ വേദനയോടുകൂടെ, രക്തസ്രവത്തിൻ്റെ അനുഭവത്തോടുകൂടെ 12 വർഷം, ദീർഘമായ 12 വർഷം കൊണ്ട് വേദന അനുഭവിച്ച ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ വസ്ത്രം തുങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച് അവളുടെ പൈശാചിക ശക്തികളുടെ മേൽ ഉണ്ടാകുന്ന അധികാരത്തെ നീക്കി വിടുതൽ നൽകി അവളെ പറഞ്ഞേക്കുന്ന ക്രിസ്തു. തുടർന്ന് യായിറോസിന്റെ ഭവനത്തു നിന്നൊരു ശബ്ദം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ബാല മരിച്ചുപോയി, കർത്താവിനെ അസഹ്യപ്പെടുത്തേണ്ടതില്ല. കേൾട്ടും കേൾക്കാതെ വണ്ണം കർത്താവ് യായിറോസിന്റെ ഭവനത്തിൽ പോയി മരിച്ചുപോയ മകളെ തൊട്ട് ജീവനിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ മറ്റൊരു ഇടപെടൽ. ഇവിടെ 2 കാണുവാനായിട്ട് കഴിയുന്നത് തന്നെയാണ് പൈശാചിക ശക്തിയുടെ മേലും രോഗത്തിന്മേലും ഉണ്ടാകുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടൽ. യായിറോസിന്റെ ഭവനത്തിലെ ആ സൗഖ്യം അല്ലെങ്കിൽ വിടുതൽ, മരണത്തിന് വിടുതൽ നൽകുന്നത് 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് ആണ് എങ്കിൽ വഴിയരികിൽ സൗഖ്യം നൽകുന്നത് 12 വർഷക്കാലം കൊണ്ട് രോഗിയായിരുന്ന ഒരു സ്ത്രീക്കായിരുന്നു. 12-ാമത്തെ വയസ്സിൽ രോഗിയായിരുന്ന മകൾക്ക് വിടുതൽ കൊടുക്കുന്ന ക്രിസ്തു 12 വർഷം കൊണ്ട് രോഗിയായിരുന്ന സ്ത്രീക്ക് വിടുതൽ നൽകി അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് അവളെ കരം പിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചുരുക്കം നമുക്കിങ്ങനെ വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ദൈവം
തൻ്റെ ജനത്തിന്മേൽ എപ്പോഴും കരുണ കാണിക്കുന്നവനാണ്. തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്ന ക്രൈസ്തവൻ്റെ ഇടപെടലാണ് ഈ ധ്യാനഭാഗത്തിൻ്റെ മുഴുവനും നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇന്ന് വായിച്ചു കേട്ട 2 വേദഭാഗം നമുക്കത് കാണുവാൻ കഴിയും. ഒന്നാമത്തെ വേദഭാഗത്തിൽ ആ വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ 22-33 വരെയുള്ള വാക്യം നാം ഒന്ന് വായിച്ചു. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: നാം നശിച്ചു പോകാതിരിക്കുവാനായിട്ട് യഹോവയെ അന്വേഷിക്കുവാനും അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനും യഹോവ കരുണയുള്ളവനെന്നും അവൻ്റെ കരുണ ഒരു നാളും തീർന്നു പോകുന്നില്ല എന്നുള്ള ഒരു ആഹ്വാനമാണ് ഒന്നാമത്തെ വേദഭാഗത്തിൽ കാണുവാനായിട്ട് കഴിയുക. രണ്ടാമത്തെ വേദഭാഗമായ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേട്ട് നമ്മെ ദാരിദ്ര്യത്തിലായിരുന്നു നമ്മെ സമ്പന്നമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ. മൂന്നാമത്തെ വേദഭാഗമായി നാം ഇന്ന് ധ്യാനഭാഗമായി എടുത്തതിൽ കാണുവാൻ കഴിയുന്നത് ദൈവികമായ കരുണ. അപ്പം 3 ഭാഗത്തിൽ കാണുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. തൻ്റെ ജനതയോടുകൂടെ, തൻ്റെ മക്കളോടുകൂടെ, തന്നിൽ ആശ്രയിക്കുന്നവരോടുകൂടെയുള്ള ദൈവികമായി കരുണയെ വെളിപ്പെടുത്തുന്ന 3 ഭാഗങ്ങളാണ് ഇന്ന് നാം ചിന്തയ്ക്കാധാരമായിട്ട് വായിച്ച് കേട്ടത്. ധ്യാനഭാഗത്തിലേക്ക് വരുമ്പോൾ ധ്യാനഭാഗത്തിൽ 2 സംഭവങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ 2 സംഭവത്തിൽ പൊതുവായിട്ട് കാണപ്പെടുന്നത് വിടുതലിന് വേണ്ടി എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അവസാനം കർത്താവിലേക്ക് മടങ്ങി വരുന്ന ഒരു സംഭവമാണ്. എല്ലാ വഴികളിലും 2 ഭാഗങ്ങൾ നമുക്കതാ കാണുവാൻ കഴിയുന്നത്. അത്യാസനം വരെയും തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി പല വഴികളിൽ കൂടെ സഞ്ചരിച്ചു. അവിടെ നിന്നും വിടുതൽ കിട്ടിയില്ല. അവസാനം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. പല വൈദ്യന്മാരെ കണ്ടു, പണമെല്ലാം നഷ്ടമാക്കി, സമയം നഷ്ടമാക്കി, 12 വർഷക്കാലം എല്ലാ നഷ്ടങ്ങളും അനുഭവിച്ച സ്ത്രീ അവസാനത്തിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് കാണുവാനായി. അവസാനം ക്രിസ്തുവാണ് ആശ്രയം എന്ന ചിന്തയോടുകൂടെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതായ പൊതുവായ ഒരു ചിന്തയാണ് ഈ 2 സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആയതുപോലെ ഈ 2 സംഭവങ്ങൾ വായിക്കുമ്പോഴും അവിടെ ചില വ്യത്യാസങ്ങളും ചില സാമ്യങ്ങളും പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. എന്താണ് അതിലുണ്ടാകുന്ന പൊരുത്തങ്ങൾ? ഒന്നാമത്തെ പൊരുത്തം എന്ന് പറയുന്നത് 2 പേരും രോഗികളാണ്. രണ്ടാമത് 2 പേരും സ്ത്രീ കഥാപാത്രങ്ങളാണ്. മൂന്നാമത് അവർ 2 പേരിലും കണ്ടുന്ന പൊരുത്തം എന്ന് പറയുന്നത് 2 പേർക്കും ആവശ്യം രോഗസൗഖ്യമാണ്. ചില പൊരുത്തക്കേടുകളും അവിടെ കാണുവാനായിട്ട് കഴിയും. 2 പേരും വ്യത്യസ്ത മേഖലകളിൽ ജീവിച്ചു വന്നവരാണ്. ഒരാള് വളരെ പ്രൗഢിയുള്ള ഒരു ഭവനത്തിൽ ജീവിച്ചവളാണ്, മറ്റൊരാള് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചവളാണ്. 2 പേരും 2 വ്യത്യസ്ത മേഖലയിൽ ജീവിക്കുന്നവരാണ്. രണ്ടാമത്തെ വ്യത്യസ്ത എന്ന് പറയുന്നത് ഒരാൾക്ക് പറയുവാൻ തക്കവിധമുള്ള ഒരു മേൽവിലാസം ഉണ്ടായിരുന്നു, മറ്റൊരാൾക്ക് മേൽവിലാസം ഉണ്ടായിരുന്നു. യായിറോസിന്റെ മകൾ എന്നൊരു മേൽവിലാസവും മറ്റുള്ളവരുടെ പേര് അവിടെ പരാമർശിക്കുന്നത്, അവളെ ഇങ്ങനെ പറയുന്നത് രക്തസ്രാവക്കാരി എന്നാ പറയുന്നത്. അവിടെ രോഗത്തെയാണ് അവിടെ പരാമർശിക്കുന്നത്. മേൽവിലാസം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് മേൽവിലാസം ഇല്ല എന്നത് തന്നെയാണ്. ഇവിടെ ഒരാള് നേരിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് സ്വയം അറിഞ്ഞ് നേരിട്ട് വരിക. മറ്റൊരു ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മധ്യസ്ഥ ചെയ്യുവാനായിട്ട്, മകൾക്ക് വേണ്ടി അപ്പൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന മറ്റൊരു വ്യത്യസ്തങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരാൾക്ക് അധികാരമുണ്ടായിരുന്നു. യായിറോസ് പള്ളിപ്രമാണിയാണ്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പ്രതാപമുണ്ട്, പണമുണ്ട്, അതൊക്കെ ഒരാൾക്കുണ്ട്. പക്ഷേ മറ്റൊരാളെ കാണുവാനായിട്ട് കഴിയുന്നത് 12 വർഷക്കാലം തൻ്റെ സമ്പത്തെല്ലാം നഷ്ടമാക്കി, പണം നഷ്ടമാക്കി, സമയം എല്ലാം നഷ്ടം കൊണ്ട് നിറയപ്പെടുന്ന ഒന്നുമില്ലാത്ത ഒരുവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത്. മറ്റൊരു പൊരുത്തക്കേടെന്ന് പറയുന്നത് ഒരാള് 12-ാം വയസ്സിൽ രോഗിയായി തീരുമ്പോൾ മറ്റൊരാള് 12 വർഷം കൊണ്ട് രോഗിയായിരിക്കുന്നു എന്നതാണ്. 12-ാമത്തെ വയസ്സിൽ രോഗിയാവുന്ന യായിറോസിന്റെ മകൾ രക്തസ്രാവക്കാരെ 12 വർഷം കൊണ്ട് രോഗിയായിരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പൊരുത്തക്കേട്. യായിറോസിന്റെ കുടുംബം 12 വർഷം സന്തോഷത്തിലായിരുന്നു എങ്കിൽ ഈ സ്ത്രീ 12 വർഷം തീരാ ദുഃഖത്തിന്റെ അനുഭവത്തിലായിരുന്നു. ഇതാണ് ഈ 2 സംഭവങ്ങൾ വായിക്കുമ്പോഴും നാം കാണുന്ന പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും. അപ്പോൾ 2 പേരുടെയും പൊതുവായ ചിന്ത അല്ലെങ്കിൽ പൊതുവായ ആവശ്യം എന്ന് പറയുന്നത് സൗഖ്യമാണ്. അവിടെ പൊതുവായ അവസ്ഥ എന്ന് പറയുന്നത് രോഗമാണ്. അവർ സ്ത്രീ സമൂഹത്തിൽ നിന്ന് പ്രതിനിധീകരിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഈ 2 പേരും ഒരേ ആവശ്യമായിട്ടാണ് കർത്താവിന്റെ അടുക്ക് നിൽക്കുന്നത്. ഒരാൾ അപ്പൻ വന്ന് പ്രാർത്ഥിക്കുന്നത് തൻ്റെ മകൾക്ക് വിടുതൽ നൽകണമേ,
ഒരാൾ നേരിട്ട് വന്ന് കർത്താവിന്റെ മുൻപാകെ അവന്റെ വസ്ത്രം തൊടുകയാണ്, കർത്താവ് അറിയാതെ വസ്ത്രം തൊടുകയാണ്, സൗഖ്യം പ്രാപിക്കും. അപ്പോൾ രോഗസൗഖ്യത്തിന്റെ അനുഭവം രണ്ടുപേർക്കും അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. ഈ രണ്ടുപേരും വ്യത്യസ്ത തലങ്ങളിൽ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ രണ്ട് ഭാഗം വായിക്കുമ്പോൾ 3 ചിന്തകളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ആ 3 ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്, ഏതൊരു സാഹചര്യത്തിലും കർത്താവിൻ്റെ അടുക്കൽ വരുവാനായി നമുക്ക് കഴിയണമെന്നാണ്. ഏതൊരവസ്ഥയിലും കർത്താവിൻ്റെ അടുക്കൽ വരുവാനായിട്ട് കഴിയണം. ഇവിടെ ഈ രണ്ടുപേരും കർത്താവിൻ്റെ അടുക്കൽ വരുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ്. അവസാനമാണ് കർത്താവിനെ അന്വേഷിക്കുന്നത്. ജീവിതത്തിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ രോഗത്തിന്റെ ആരംഭത്തിൽ കർത്താവിനെ അന്വേഷിപ്പാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ആദ്യത്തെ ഭാഗത്ത് വായിച്ചു 22-23 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൾ അത്യാസനത്തിലാണ് എന്ന് പറയുമ്പോൾ അടുത്ത നിമിഷം അവളുടെ ജീവിതം മരണം അവളെ കവർന്നെടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം മരിച്ചു പോകാതിരിക്കാനായിട്ട്, അവൾ രക്ഷിക്കപ്പെടുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് അവസാനം യേശുവിൻ്റെ അടുക്കലേക്ക് വരും. അപ്പോൾ ഈ അവസ്ഥ വരെയും അവൻ തൻ്റെ മകളെ കൊണ്ട് പല വൈദ്യന്മാരുടെ അടുക്കൽ പോയിരുന്നു. പലയിടങ്ങളിൽ അവൾ സൗഖ്യത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നു. പലരും അവളെ ശുശ്രൂഷിച്ചു, പല വൈദ്യന്മാരെ ശുശ്രൂഷിച്ചു. പക്ഷെ ആർക്കും ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാനായിട്ട് കഴിയില്ല. അവസാനം മരണത്തോടുകൂടെ മല്ലുപിടിക്കപ്പെടുന്ന അവസ്ഥയിലാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. രണ്ടാമത്തെ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത് തന്നെയാണ്, പല വൈദ്യന്മാരെ കണ്ടു, സമ്പത്ത് ചെലവഴിച്ചു, എല്ലാം നഷ്ടമായി, കടബാധ്യതകളാണ്, കുടുംബം നഷ്ടമായി, ഭവനം നഷ്ടമായി, സാമൂഹികതയും നഷ്ടമായി, എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയിൽ അവസാനം കർത്താവിൻ്റെ അടുക്കലേക്ക് അവൾ കടന്നു വരികയാണ് ചെയ്യപ്പെടുന്നത്. ഈ അവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോഴും കർത്താവ് അവരെ ചേർത്ത് പിടിച്ചു. പ്രിയമുള്ളവരെ, തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുന്നത്, പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മുടെ ഏതൊരവസ്ഥയിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരുവാൻ കഴിയണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും, തകരുന്ന അവസ്ഥയിൽ, നഷ്ടബോധം ഉണ്ടാകുന്ന അവസ്ഥയിൽ, നിരാശ ഉണ്ടാകുന്ന അവസ്ഥയിൽ, തീരാവേദന അനുഭവിക്കുന്ന അവസ്ഥയാകാം, കടബാധിതയുടെ അവസ്ഥകളാകാം, തകർന്നു പോകുന്ന അവസ്ഥകൾ, രോഗത്തിൻ്റെ ആരംഭമാകാം, രോഗത്തിൻ്റെ മൂർച്ചഘട്ടങ്ങളാകാം, മരണത്തോടുകൂടെ മല്ലപിടിച്ചിരിക്കുന്ന അവസ്ഥ, ഏതൊരവസ്ഥയായിരുന്നാലും എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ്. അപ്പോൾ 10 കുഷ്ഠരോഗികളുടെ ജീവിതം നോക്കുക. ആ കുഷ്ഠരോഗികൾ എല്ലാവരും ഒറ്റപ്പെട്ടവരാണ്. അപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴാണ്. അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇനി മരണമേ ഉള്ളൂ എന്ന് ആ ഒരു മുദ്ര കുത്തപ്പെടുന്ന അവസ്ഥയിൽ അവർ യേശുവിന്റെ അടുക്കൽ വന്ന്, ദാവീദ് പുത്ര, ഞങ്ങളോടൊപ്പം കരുണ തോന്നണമേ എന്ന് യാചിക്കപ്പെടുന്നു. അപ്പോൾ ആ ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും, തകരുന്ന അവസ്ഥയിലും തകരാത്ത അവസ്ഥയിലും, ഏതൊരവസ്ഥയിലും കർത്താവിനെ ആശ്രയിക്കുവാനും കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ഇന്നത്തെ ധ്യാനം നമ്മെ ഓർമ്മപ്പെടുന്നു. രണ്ടാമത്തെ ധ്യാനം നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ അടുക്കലേക്ക് വരണമെന്നൊന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്? ഇവിടെ പറയുന്നത്, അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. സ്ഥിരമായ വിശ്വാസത്തോട്, വ്യതിചലിച്ചു പോകാത്ത, പതറിപ്പോകാത്ത ഒരു വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. കുരുടനായ മനുഷ്യൻ, ബൃദ്ധിമായുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ കുരുടനാണ്. യേശു പോകുന്നു എന്ന് കേട്ട മാത്രം നിലവിളിക്കുകയാണ്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. യേശു കേൾക്കാതെ പോകുന്നുണ്ട്. ജനസമൂഹം അവന്റെ വായി അടയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും അവൻ ഉച്ചത്തിൽ ഇങ്ങനെ വിളിക്കുക, കർത്താവേ കരുണ തോന്നണമേ, എനിക്ക് വിടുതൽ നൽകണമേ, ദാവീദ് പുത്ര എന്നൊക്കെ നിലവിളിക്കുമ്പോൾ കർത്താവ് അവന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അവനെ വിട്ടേച്ചു പോയി കർത്താവ് അവന്റെ അടുക്കൽ വന്ന് അവനെ തൊട്ട്, അവനെ കാഴ്ച കൊടുത്തു, അവന് വിടുതൽ കൊടുത്തു. അചഞ്ചലമായ വിശ്വാസം, എന്നിലേക്ക് കർത്താവ് വരും, എന്നിലേക്ക് കർത്താവ് ഇടപെടും, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദർശനം, കർത്താവിൻ്റെ സാമീപ്യം ഉണ്ടാകുമെന്ന അചഞ്ചലമായ ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു എന്നതാണ്. ഇന്നത്തെ ധ്യാനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യായിറോസിലും നമുക്ക് കാണുവാൻ അചഞ്ചലമായ വിശ്വാസം. ജീവിതത്തിന്റെ അവസാനത്തിലാണ് കർത്താവിലേക്ക് വരുന്നുണ്ടെങ്കിലും കർത്താവിന് എൻ്റെ മകൾക്ക് വിടുതൽ നൽകുവാനായി കഴിയും എന്ന ഉറച്ച വിശ്വാസം അതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത് തന്നെയാണ്, യേശു വരുന്നു എന്ന വർത്തമാനം കേട്ടിട്ട് അവൾ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയാണ്, യേശുവിന്റെ വസ്ത്രത്തിലെങ്കിൽ, അവന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ തനിക്ക് സൗഖ്യം കിട്ടും എന്ന വിശ്വാസം. അതാണ് ഉറച്ച വിശ്വാസം, തകരാത്ത വിശ്വാസം. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ എന്നതാണ് നാം നമ്മോട് ചോദിക്കേണ്ടത്. തകർന്നു പോകാത്ത വിശ്വാസം നമുക്കുണ്ടോ? ജീവിതത്തിന്റെ അവസാനങ്ങളിലും
ജീവിതത്തിൻ്റെ ആ ഒരു പരിസമാപ്തി നിറയപ്പെടുന്ന അനുഭവത്തിലും എൻ്റെ കർത്താവിലേക്ക് വന്ന വിശ്വാസത്തോടു കൂടി യാചിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ രണ്ടുപേരുടെ ജീവിതം നാം നോക്കുക, എല്ലാം നഷ്ടമാണ്. രണ്ടുപേർക്കെല്ലാം നഷ്ടമാണ്. പണം നഷ്ടമാണ്, ആരോഗ്യം നഷ്ടമാണ്, സമ്പാദ്യം നഷ്ടമാണ്, എല്ലാവർക്കും നഷ്ടമാണ്. സമയം നഷ്ടമാകുന്നുണ്ട്, വേണ്ടപ്പെട്ട നഷ്ടം അവർക്കുണ്ട്. എല്ലാ നഷ്ടങ്ങളും അവർ അനുഭവിക്കുകയാണ്. ലേവ്യാപുസ്തകം 15-ാമത്തെ അധ്യായം നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ, ഈ 15-ാമത്തെ അധ്യായത്തിൽ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നുള്ള നിയമങ്ങൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിലാണ്, ഇന്നത്തെ കാലഘട്ടത്തിലല്ല പറയുന്നത്, പഴയ നിയമ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവൻ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പറയുന്നത്, അവൾ കുടുംബത്തിൽ അന്യപ്പെട്ടവളായി ജീവിക്കണം, സമൂഹത്തിൽ അന്യപ്പെട്ടവളായി ജീവിക്കണം, ആത്മീയതയിൽ അന്യപ്പെട്ടവളായി ജീവിക്കണം എന്നതാണ് അവിടെ പറയപ്പെടുന്നത്. അവൾ തൊടുന്നെല്ലാം അശുദ്ധമായിരിക്കും എന്നതാ. അവിടെ ശരീരം മുഴുവനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്പർശനത്തിന്റെ അനുഭവത്തിലേക്ക് പോകുമ്പോഴും അവരെല്ലാവരും അശുദ്ധിയിലേക്ക് വരും എന്നതാണ് അവിടെ ലേവ്യാപുസ്തകം 15-ാമത്തെ അധ്യായത്തിലേ പറയുന്നത്. അവിടെ 3 നഷ്ടങ്ങളാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ അപേക്ഷിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ പണം ഒരു നഷ്ടമായിരുന്നു, 12 വർഷം ദിവസങ്ങൾ നഷ്ടമായിരുന്നു, ഒരു കാലഘട്ടം നഷ്ടമായി പോയി, അവളുടെ ആരോഗ്യം നഷ്ടമായി പോയി. പ്രധാനമായി 3 നഷ്ടങ്ങൾ അവൾക്കുണ്ടായിരുന്നു എന്നതാണ്. പഴയ നിയമഭാഗത്തെ അപേക്ഷിച്ചിടത്തോളം 3 നഷ്ടങ്ങൾ. ഒന്ന്, കുടുംബപരമായ നഷ്ടം, കുടുംബജീവിതത്തിലുള്ള നഷ്ടം അനുഭവിച്ചിരുന്നു. കാരണം ഈ 12 വർഷം അവൾക്ക് കുടുംബത്തോടുകൂടെ ബന്ധപ്പെടുവാനായിട്ടോ കുടുംബത്തോടുകൂടെ തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ പങ്കുചേരുവാനായിട്ടോ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കുടുംബ ബന്ധങ്ങൾ നഷ്ടമായി പോയിരുന്നു. രണ്ടാമത് അവൾക്കുണ്ടായിരുന്ന നഷ്ടം എന്ന് പറയുന്നത് സാമൂഹികമായ നഷ്ടമുണ്ടായിരുന്നു. അവൾക്ക് ഭവനത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയത്തില്ല, സമൂഹത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ സാമൂഹികമായ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത് അവൾ അനുഭവിച്ചിരുന്ന നഷ്ടം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു നഷ്ടമാണ്. ആത്മീകമാകുന്ന നഷ്ടം അവൾ അനുഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് 12 വർഷം ദേവാലയത്തിൽ പോകുവാനോ ദേവാലയ കൂടാരങ്ങൾ വസിക്കുവാനോ ആരാധനകൾ ഭാഗമാകാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാം കൊണ്ട് അവൾക്ക് നഷ്ടമാണ്. കുടുംബജീവിതം നഷ്ടപ്പെട്ടു, സാമൂഹ്യ ജീവിതം നഷ്ടപ്പെട്ടു, ആത്മീയ ജീവിതവും നഷ്ടപ്പെട്ടു. ഈ ജീവിതം നഷ്ടമായി നിൽക്കുമ്പോഴാണ് അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. യേശുവിനെ കേട്ട മാത്രമേ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടുന്നു. അവൾ സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം നൽകും, സൗഖ്യം കിട്ടും. നഷ്ടബോധത്തിലും അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുക എന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക വിശ്വാസത്തോടുകൂടെ. പലപ്പോഴും കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് പല നിബന്ധനകൾ നാം വെക്കാറുണ്ട്, പല നിയമങ്ങൾ നാം വെക്കാറുണ്ട്. ഇന്നത്തെ ചിന്ത പലപ്പോഴും പഴയ നിയമത്തിലൊരു ചിന്ത പോലെയാണ് നമ്മുടെ ചിന്തകൾ. സ്ത്രീകൾക്ക് അവർ പീരീഡ്സ് ഉണ്ടാകുന്ന സമയം ദേവാലയത്തിൽ വരത്തില്ല, ആരാധിക്കുവാനായി സമയം കണ്ടെത്തില്ല, അല്ലെങ്കിൽ തിരുവത്താഴ് ശുശ്രൂഷയെ പങ്കെടുക്കത്തില്ല. ആ ഒരു തെറ്റായ തലത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് നാം പോകുന്നത്? ഒരു സ്ത്രീയെ സ്ത്രീയാക്കി തീർക്കുന്നത്, ഒരു സ്ത്രീ അമ്മയാക്കി തീർക്കുന്ന ഈ അവസ്ഥകളാണ്. തലമുറകൾക്ക് ജന്മം കൊടുക്കുന്ന ഈ ഒരവസ്ഥയാണ്. ഇതൊരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് ഉണ്ട് എങ്കിൽ മാത്രമേ അവൾ ഒരു സ്ത്രീയായിത്തീരുന്നുള്ളൂ, ഒരു അമ്മയായിത്തീരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്? 12 വർഷക്കാലം ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന അനുഭവിച്ചവളാണ്. അവളെ കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. ഇവിടെ അവളെ വിളിക്കുന്നത് മകളെ എന്ന കർത്താവ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ആരാധന നിഷേധമായി കാണുന്നത്? എന്തുകൊണ്ടാണ് തിരുവത്താഴ് നിഷേധമായി കാണുന്നത്? ഇതൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങളല്ലേ? എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കേണ്ട മാറ്റങ്ങളല്ലേ? എന്നെ കർത്താവ് സൃഷ്ടിച്ചത് ഈ മാറ്റങ്ങളോടുകൂടെ അല്ലേ? എന്നെ കർത്താവല്ലേ സൃഷ്ടിച്ചത്? അപ്പൊ ഇതൊക്കെ കർത്താവ് എനിക്ക് നൽകിയതാ. അപ്പൊ കർത്താവ് എനിക്ക് നൽകുമ്പോൾ ഞാൻ കർത്താവിനോട് കൂടി കാണിക്കുന്ന മനോഭാവം എന്താണ്? മാറി നിൽക്കുക, ആരാധന മാറി നിൽക്കുക, പ്രാർത്ഥനകൾക്ക് മാറി നിൽക്കുക, ശുശ്രൂഷകളെ തിരുവത്താഴ് ശുശ്രൂഷകളെ പോലെ പങ്കെടുക്കുവാൻ മാറി നിൽക്കുക. എൻ്റെ ശരീരത്തിന്റെ മാറ്റങ്ങൾ ദൈവം എനിക്ക് നൽകിയതാണെന്ന് ബോധ്യത്തോടുകൂടെ, അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ. അതൊരിക്കൽ അശുദ്ധി അല്ല പ്രിയമുള്ളവരെ, അത് അശുദ്ധി അല്ല. അത് അശുദ്ധി എന്ന് ചിന്തിക്കുന്നത് ഇന്നലകളുടെ ചിന്തകളാണ്, പഴയ നിയമത്തിലെ ചിന്തകൾ. ഇന്ന് ഞാൻ ജീവിക്കുന്ന പുതിയ നിയമത്തിലാണ്, പുതിയൊരു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലാണ്. എല്ലാം അറിയുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഈ അശുദ്ധികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇതെൻ്റെ ശരീരത്തിന് ആവശ്യമാണ്, അനിവാര്യമാണ്,
എൻ്റെ ശരീരത്തിന് ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു അമ്മയായി തീരത്തുള്ളൂ, ഞാനൊരു സ്ത്രീയായി ഒരു വ്യക്തിത്വമായി തീരത്തുള്ളൂ എന്ന ബോധ്യം എനിക്കുണ്ടാകും. ഇവിടെ സ്ത്രീ അവളെ ഒന്ന് പഠിക്കണം, അവളെ ഒന്ന് വായിക്കേണ്ടത് എങ്ങനെയാണ്? 12 വർഷം അവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നു, കുടുംബത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നു, അവളുടെ ആത്മീയ ജീവിതം. എന്നാൽ അവൾ യേശുവിന്റെ അടുക്കിലേക്കാണ് വരുന്നത്, കർത്താവിന്റെ അടുക്കിലേക്കാണ് വരുന്നത്. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന കർത്താവ് ശാസ്ത്രം, നീ എന്തിനു വന്നു എന്ന് കർത്താവ് ചോദിച്ചില്ല. നീ അശുദ്ധിയുള്ളവളാണെന്ന് കർത്താവ് പറഞ്ഞില്ല. വളരെ ആഴമേറിയ ചിന്തകളാണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത്. നാം ഒന്ന് ഇരുത്തി അതൊന്ന് വായിക്കണം. നമ്മൾ സ്വയം ചിന്തിച്ച് എന്നിലേക്ക് ആ ഒരു ചിന്ത കൊണ്ട് നാം ഒന്ന് വായിച്ചെടുക്കണം. കർത്താവ് ഈ 12 വർഷമുള്ള രക്തസ്രാവത്തോടു കൂടെ എന്ന സ്ത്രീയെ കർത്താവ് ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ 5, 6, 7 ദിവസം കൊണ്ട് ഞാനും നിങ്ങളൊക്കെ അശുദ്ധിയാകുന്നില്ല എന്നതാണ്. നാം ആരും അശുദ്ധിയുള്ളതല്ല, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാ, കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാ ഞാനും നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ സ്നാനമെടുത്തതും, അതുകൊണ്ടാണ് തിരുവത്താഴ് ശുശ്രൂഷ സാക്രമെന്റ് സ്വീകരിച്ചതും. ആ ഒരു സാക്രമെന്റ് തലത്തിലേക്ക് എന്നെ എത്തിച്ചേർക്കുന്നത് ഞാൻ ശുദ്ധി ഉള്ളവനായി തീരുന്നു എന്ന ബോധം എന്നിൽ ഉണ്ടാക്കിയെടുക്കുവാൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കലും അശുദ്ധനല്ല. അശുദ്ധനാകുന്നത് എങ്ങനെയാണ്? എൻ്റെ വാക്കുകൊണ്ടാണ് ഞാൻ അശുദ്ധനാകുന്നത്, എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ അശുദ്ധനാകുന്നത്. എൻ്റെ ഹൃദയമാണ് ശുദ്ധീകരണത്തെക്കുറിച്ച് അറിയുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ അശുദ്ധികളെ കുറിച്ച്, ഇരുട്ടിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് അശുദ്ധി. ദൈവഹിതത്തിന് എതിരായി, ദൈവ കൽപ്പനകൾക്ക് വിപരീതമായി എന്താണോ ഞാൻ ചെയ്യുന്നത് അതാണ് അശുദ്ധി. അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ കൂടെ ഞാൻ ജീവിക്കുന്ന എന്നിൽ അശുദ്ധി, അല്ലാതെ എൻ്റെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല അശുദ്ധി. അത് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്, കർത്താവ് നൽകിയതാണ്, കർത്താവ് ചേർത്ത് പിടിക്കുന്നതാണ്. ആ ഒരു വിശ്വാസത്തോടുകൂടെ നമുക്ക് ഇനിയും കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. കർത്താവ് നമ്മെ തള്ളിക്കളയുന്നവനല്ല, കർത്താവ് നമ്മെ വീക്ഷിക്കുന്നവനല്ല. കർത്താവ് എപ്പോഴും നമ്മെ മറ്റ് ദൈവങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവിനെ മാറ്റി നിർത്തുന്ന ഒരു തലം ഇതാണ്. എല്ലാവരും സ്നേഹിക്കുന്നവനും ഏതവസ്ഥയിലായിരുന്നാലും ചേർത്ത് പിടിക്കുന്നവനാണ് കർത്താവ്. അപ്പോൾ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് എൻ്റെ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും അശുദ്ധി എന്ന് ചിന്തിക്കരുത്. കർത്താവ് ഇവിടെ ഇവളെ വിളിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. 34-ാമത്തെ വാക്യം നോക്കുക. അവൾ വസ്ത്രത്തിൻ്റെ ആരും അറിയാതെ തൊങ്ങൽ തൊട്ട് പോകാനായിട്ട് നിന്നവളാണ്. അപ്പോൾ പോകാൻ നിന്നവളെ കർത്താവ് തിരിച്ചു വിളിക്കുക. ആരാ എൻ്റെ വസ്ത്രം തൊങ്ങൽ തൊട്ടെന്ന് ചോദിച്ച് അവളെ തിരിച്ചു വിളിക്കുക. അവൾ ഭയത്തോടുകൂടെ വരുന്ന, അവൾ വേദനയോടുകൂടെ, അവൾ ഭയപ്പെട്ട അവസ്ഥയോടുകൂടെ വരിക. ആ അവസ്ഥയിൽ വന്നവളെ കർത്താവ് വിളിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്. 34-ാമത്തെ വാക്യത്തിൽ മകളെ എന്നാ വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, തൊട്ടു മുമ്പുള്ള ആ ഒരു സംഭവം പിന്നത്തെ സംഭവം വായിക്കുകയാണെങ്കിൽ, ഒരു മകൾ രോഗിയായി തീരുമ്പോൾ മറ്റൊരു രോഗി കർത്താവിൻ്റെ മുമ്പിൽ മകളായി തീരുകയാണ്. ഒരാൾ രോഗിയായി തീരുന്നുണ്ട്, മറ്റൊരു രോഗി കർത്താവിൻ്റെ കാഴ്ചപ്പാട് മകളായി തീരുകയാണ്. എങ്ങനെയാണ് മകളായിത്തീർന്നത്? അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവിന് എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ ചേർത്ത് പിടിക്കുവാൻ കഴിയും എന്ന വിശ്വാസത്തോടുകൂടെയുള്ള ഒരു വരമായിരുന്നു പ്രിയമുള്ളവരെ അവളെ മകളെ എന്ന ആ വിളിക്ക് യോഗ്യനാക്കി തീർത്തത്. അപ്പോൾ രണ്ടാമത് ചിന്തിക്കേണ്ടത് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായിരുന്നു. മൂന്നാമത്, വിശ്വാസത്തിന് തക്ക പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. വിശ്വാസത്തിന് തക്ക പ്രതിഫലം നൽകുന്നവൻ കർത്താവ്. 2 സംഭവങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ സംഭവം, യായിറോസിൻ്റെ ഭവനത്തിൽ മകൾ മരിച്ചുപോയി. യായിറോസ് കണ്ണുനീർ വാർക്കുമ്പോൾ കർത്താവ് യായിറോസിനെ കൂട്ടിക്കൊണ്ട് മകൾ കിടക്കുന്ന കിടക്കയിലായി ആ മകളെ അപ്പൻ്റെ മുമ്പാകെ ജീവനിലേക്ക് കൊണ്ടുവരിക. അചഞ്ചലമായ വിശ്വാസത്തിന് തക്ക പ്രതിഫലം ആ ഭവനത്തിന് കർത്താവ് കൊടുത്തു. അവളെ ജീവനെ കൊണ്ടുവന്ന ശേഷം പറഞ്ഞു അവൾക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുത്ത്. രണ്ടാമത്തെ സംഭവത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് തന്നെയാണ്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്കുക, ഇവിടെ രണ്ടിടത്തും കാണുവാൻ കഴിയുന്നത് വിശ്വാസത്തിന് അനുഭവമാണ്. വിശ്വാസത്തെ രക്ഷ പ്രാപിക്കുന്ന, വിശ്വാസത്തെ പ്രതിഫലം, ദൈവികമായ പ്രതിഫലം കണ്ടെത്തുന്ന, സ്വന്തമാക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ തിരുവചനം ഇന്നത്തെ ധ്യാനം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന് തക്ക പ്രതിഫലം കായ്ക്കുവാനായിട്ട്, അല്ലെങ്കിൽ വിശ്വാസം തക്ക പ്രതിഫലം നൽകുന്ന ദൈവം കൂടെ ഉണ്ട് എന്ന ആ ഒരു ചിന്തയോടുകൂടെ മുന്നോട്ട് പോവുക എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആഴത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ അടുക്കലേക്ക് ഏതൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുന്നവനാണ്? ഏതൊരവസ്ഥയിലും അചഞ്ചലം വിശ്വാസത്തിന് അനുഭവം എനിക്കുണ്ടോ?
എൻ്റെ വിശ്വാസം തക്ക പ്രതിഫലം ദൈവം എനിക്ക് നൽകുന്നത്? ഈ 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്ന സന്നിധി, എൻ്റെ അശുദ്ധികൾ ഒഴിച്ച് എൻ്റെ അശുദ്ധികളെ ശുദ്ധീകരിപ്പാനായിട്ട് കർത്താവിന് കഴിയും എന്ന ആ ഒരു ചിന്തയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. നമ്മുടെ ജീവിതം കൊണ്ട് അശുദ്ധികളാകുമ്പോൾ ആ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കാൽവരിയുടെ രക്തം എന്നിലേക്ക് കർത്താവെ പകർന്ന് എൻ്റെ വിശ്വാസം തക്ക പ്രതിഫലം നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവിക കരുണയ്ക്ക് യാചിച്ചുകൊണ്ട് ഒരു പുതിയ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാം എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുമെന്നാണ്. ഈ മരത്തോട് പിഴുതു മാറുക എന്ന് പറയും മാറുമെന്ന്. അവിടെ ഇങ്ങനെ പറയുന്നത് കടുക് മണിയോളം വിശ്വാസം എന്ന് പറയുമ്പോഴേ പൂർണ്ണതയുടെ വിശ്വാസം നമുക്കുണ്ടാവുക, സംശയിക്കാത്ത വിശ്വാസം ഉണ്ടാവുക എന്നതാണ്. കടുക് മണിക്കകത്തുണ്ടാകുന്ന ആ മുത്തുമണികളെ പോലുള്ള പൂർണ്ണതയുടെ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ അന്തക്ക പ്രതിഫലം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ മുമ്പാകെ നിന്ന് മാറി നിൽക്കുവാനായിട്ടുള്ള കർത്താവിൻ്റെ സന്നിധി ഈ സ്ത്രീ വന്നതുപോലെ, യായിറോസ് തൻ്റെ മകൾക്ക് വേണ്ടി വന്നതുപോലെ നമുക്കും വിശ്വാസത്തോടെ, അചഞ്ചല വിശ്വാസത്തോടു കൂടെ അവൻ്റെ സന്നിധി നിൽക്കാം. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, ദൈവത്തിൻ്റെ കരുണ അവസാനിച്ചിട്ടില്ല. അവൻ കരുണയുള്ളവനാണ്, കരുണ വർഷിക്കുന്നവനാണ്, ചേർത്ത് പിടിക്കുന്നവനാണ്, തൻ്റെ ജനത്തോട് കൃപ നൽകുന്നവനാണ്. ആ ദൈവസ്നേഹം ജീവിതത്തെ അനുഭവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലപോലെ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.